എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു MJ അഡ്വഞ്ചേഴ്സ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഫോർട്ട് കൊച്ചി അതുപോലെ മട്ടാഞ്ചേരിയുള്ള കുറച്ച് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള സ്പോട്ടുകളാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത്. ഏകദേശം ഒരു 2-2.5 മണിക്കൂർ കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള സ്പോട്ടുകളിലേക്ക് പോയത്. അപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത് പോലെ ഡച്ച് സെമിട്രി, ഫോർട്ട് കൊച്ചി ബീച്ച്, മാരിടൈം മ്യൂസിയം, ഡച്ച് പാലസ്, വാസ്കോ ഹൗസ്, ചൈനീസ് ഫിഷിംഗ് നെറ്റ്, ജ്യൂസ് സ്ട്രീറ്റ്, ഈ ഒരു പ്ലേസുകളൊക്കെയാണ് ഈ ഒരു വീഡിയോക്കകത്തുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോക്കകത്ത് പോകാം. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ സ്പോട്ട് എന്ന് പറയുന്നത് വാസ്കോ ഹൗസ്. അപ്പോൾ ഇതൊരു പോർച്ചുഗീസ് നിർമ്മിതമായിട്ടുള്ള ഒരു കെട്ടിടമാണ്. 16-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ നിർമ്മിച്ച ഈ വീടിനകത്താണ് വാസ്കോഡ ഗാമ താമസിച്ചതെന്ന് കരുതപ്പെടുന്നു. നമുക്ക് പരിചയമുള്ള ബിഗ് ബി സിനിമയിലൂടെയാണ് ഈ ഒരു വീട് വാസ്കോ ഹൗസ് കുറച്ചും കൂടി പോപ്പുലറായി അറിയപ്പെട്ടത്. അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ സ്പോട്ട് എന്ന് പറയുന്നത് ഡച്ച് സെമിട്രി. ഇന്ത്യയിലെ നിലവിലെ പഴക്കമുള്ള യൂറോപ്യൻ സെമിട്രിയാണ് ഡച്ച് സെമിട്രി. 1724 ഇത് രൂപകൽപ്പന ചെയ്തത്. ഏകദേശം 300 ഇയേഴ്സ് ഓഫ് പഴക്കമുണ്ട് ഇതിന്. ഇവിടെ ഒരുപാട് ഡച്ചുകാരുടെ മൃതശരീരങ്ങളൊക്കെ മറവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ സെമിട്രി വിസിറ്റ് ചെയ്യാൻ വന്നപ്പോൾ ഒരുപാട് കുറച്ച് ഫോറിനേഴ്സൊക്കെ അവിടെ ആയിരുന്നു ഈ ഒരു ഡച്ച് സെമിട്രിയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അവർ ഒരു പെയിൻറ്റിങ് രൂപത്തിൽ വരച്ചെടുക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ നമ്മളുടെ അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് ഫോർട്ട് കൊച്ചി ബീച്ച്. അപ്പോൾ ഈ ഫോർട്ട് കൊച്ചി ബീച്ചിൽ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ മുൻപിലെ വീഡിയോയിൽ കണ്ടതുപോലെ കുറേ പേര് വാൾ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റി. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫോർട്ട് കൊച്ചി ബീച്ച്. അത്യാവശ്യം കാണാൻ നല്ല മനോഹരമായ ഒരു ബീച്ച് തന്നെയാണ് ഫോർട്ട് കൊച്ചി ബീച്ച്. ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ നല്ല രസമായിരിക്കും. ഞങ്ങളൊരു നെഫർട്ടിറ്റി ട്രിപ്പിൽ പോകുമ്പോൾ ഞങ്ങൾ ഈ ഒരു ബീച്ചിന് ഞങ്ങളങ്ങ് ഷിപ്പിലിരുന്ന് കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് ലോവർ പ്രൈമറി സ്കൂൾ. ഇത് ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1817 ഇപ്പോഴും ഈ സ്കൂളുകളിൽ കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടെന്നാണ് കേൾക്കാൻ സാധിച്ചത്. അപ്പോൾ നമ്മളുടെ അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ നാവൽ മാരിടൈം മ്യൂസിയം. ഈ കാണുന്ന ഗേറ്റാണ് മെയിൻ എൻട്രൻസ് ഗേറ്റ്. അപ്പോൾ ഈ ഒരു മ്യൂസിയം കാണുവാനായിട്ട് നമുക്കൊരു ചെറിയ എൻട്രൻസ് ഫീ ഒക്കെ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മ്യൂസിയത്തിനകത്തേക്ക് കടന്നു ചെന്നാൽ നമുക്ക് പണ്ട് കാലങ്ങളിൽ ഇന്ത്യൻ ആർമി യൂസ് ചെയ്ത വെപ്പൺസ്, ബോട്ടുകൾ, ഹെലികോപ്റ്റേഴ്സ്, മിസൈൽസ്, അതുപോലെ ഇന്ത്യൻ നാവിയുടെ ചരിത്രങ്ങൾ, അവരുപയോഗിച്ച ഡ്രസ് കോഡുകൾ ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു മ്യൂസിയത്തിനകത്ത് കാണുവാൻ സാധിക്കും. ഏകദേശം ഒരു 40-45 മിനിറ്റോളം നമുക്ക് ഈ ഒരു മ്യൂസിയത്തിനകത്ത് സ്പെൻഡ് ചെയ്ത് കാണുവാനായിട്ടുള്ള കാഴ്ചകളുണ്ട്. അപ്പോൾ അത്രയും നല്ല ഭംഗിയായ രീതിയിലാണ് ഈ ഒരു മ്യൂസിയം അവർ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് ജൂ ടൗൺ. അപ്പോൾ ഡച്ച് പാലസ് തുടങ്ങി പരദേശി സിനഗോഗിൽ വരെയാണ് ഈ ജൂ ടൗൺ ഉള്ളത്. അപ്പോൾ ഈ ഒരു സ്ട്രീറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജൂത കാലഘട്ടത്തിൻ്റെ സംസ്കാരവും അതിൻ്റെ ചരിത്രവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹെറിറ്റേജ് ടൂറിസം സ്പോട്ടാണ് ഈ ഒരു ജൂ സ്ട്രീറ്റ്. ഈ ഒരു സ്ട്രീറ്റിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മളുടെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ട് ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് ആൻറ്റിക് ഷോപ്സ് നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. ഈ ഒരു ജൂ സ്ട്രീറ്റിൻ്റെ ഭംഗി ആ ഒരു പരമ്പരാഗതമായ രീതിയിൽ ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ബിൽഡിങ് പണ്ട് യഹൂദർ താമസിച്ച ഒരു വീടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇസ്രയേൽ രൂപീകരിക്കപ്പെട്ടപ്പോൾ ഭൂരിപക്ഷം കേരളത്തിലെ യഹൂദർ ഇസ്രയേൽ അതുപോലെ മറ്റ് പല രാജ്യങ്ങളിലേക്കും അവർ മൈഗ്രേറ്റ് ചെയ്തു പോയി. ദൈവമേകനാണെന്നും യഹൂദർ ദൈവം തിരഞ്ഞെടുത്ത വിശുദ്ധ ജനം ആണ് എന്നതാണ് ഈ ഒരു മതത്തിൻ്റെ അടിസ്ഥാനം. ഈ ജൂ സ്ട്രീറ്റിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ നമുക്ക് യഹൂദർ ആരാധിച്ച ഒരു ദേവാലയം കാണുവാൻ സാധിക്കും.
ഈ ദേവാലയത്തിന് കൊച്ചിൻ പരദേശി സിനഗോഗ് എന്നാണ് പറയുന്നത്. പരദേശി എന്ന് വെച്ചാൽ വിദേശ രാജ്യത്ത് നിന്ന് അഥവാ പുറത്തു നിന്ന് വന്ന് എന്നർത്ഥം. ഈ സിനഗോഗിന് 450 വർഷത്തെ പഴക്കമുണ്ട്. ഇപ്പോഴും ഈ ദേവാലയത്തിൽ വെള്ളി ശനി ദിവസങ്ങളിൽ ആരാധന നടക്കുന്നുണ്ട്. ശനിയാഴ്ചകളിൽ ഈ ദേവാലയം ക്ലോസ്ഡ് ആയിരിക്കും. ഈ ദേവാലയം ജെറുസലേമിനെ അഭിമുഖീകരിച്ച് പടിഞ്ഞാറ് ദിശ തിരിഞ്ഞാണ് സിനഗോഗ് സ്ഥിതി ചെയ്യുന്നത്. ഈ ദേവാലയത്തിലെ ഇവിടെയുള്ള ഓരോ വസ്തുക്കൾക്കും നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇവിടെയുള്ള ഓരോ വസ്തുക്കളും വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് നിർമ്മിച്ചതാണ്. നമ്മൾ ഈ കാണുന്ന കർട്ടൻ്റെ ഉള്ളിലാണ് യഹൂദർ ആരാധിക്കുന്ന വിശുദ്ധ ഗ്രന്ഥമായ തോർ ഉള്ളത്. ഒരു ബുക്ക് 54 പേജാണ്. ഈ ദേവാലയത്തിൽ വെള്ളി ശനി ദിവസങ്ങളിൽ ആരാധന നടക്കുന്നുണ്ട്. ഇവിടെ ആരാധന നടത്തുന്നത് ഇസ്രായേലിൽ നിന്ന് വന്ന ഒരു വൈദികനാണ്. ആ വൈദികനെ റബ്ബി എന്നാണ് വിളിക്കുക. നമ്മൾ ഈ കാണുന്ന പ്രസംഗപീഠത്തിൽ നിന്നാണ് റബ്ബി ആരാധന നടത്തുന്നത്. വെള്ളിയാഴ്ചകളിൽ റബ്ബി ആ തോറെടുത്ത് ഈ ഒരു പ്രസംഗപീഠത്തിൻ്റെ മേലെ നിന്നും ആരാധിക്കും. ശനിയാഴ്ച ദിവസങ്ങളിൽ റബ്ബി ഈ തോറെടുത്ത് ഈ കാണുന്ന ബാൽക്കണിയുടെ മുകളിൽ നിന്നാണ് ആരാധന കഴിക്കുന്നത്. അപ്പം നമ്മളുടെ അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് ഡച്ച് പാലസ്. ഇപ്പം നമ്മൾ കടന്നു പോകുന്ന ഈ ഒരു വഴിയാണ് ഡച്ച് പാലസിലേക്കുള്ള മെയിൻ എൻട്രൻസ്. ഈ ഒരു ഡച്ച് പാലസ് നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. പിന്നീട് അവർ കൊച്ചി രാജാവായ വീരകേരളവർമ്മയ്ക്ക് സമ്മാനമായി നൽകുകയും ചെയ്തു. പിന്നീട് 1663 ഡച്ചുകാർ വന്ന് ഈ ഒരു പാലസിൽ കുറച്ച് റിനോവേഷൻ വർക്കുകളൊക്കെ ചെയ്തു. അതിനുശേഷം ഇത് ഡച്ച് പാലസ് എന്ന് അറിയപ്പെട്ടു തുടങ്ങി. ഈ ഒരു പാലസിനോട് തൊട്ട് ചേർന്നാണ് പഴയന്നൂർ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഈ ഒരു പാലസിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് രാജാക്കന്മാർ ഉപയോഗിച്ചതായിട്ടുള്ള വസ്ത്രങ്ങൾ, അവരുടെ ആയുധങ്ങൾ, ആ കാലത്ത് വരച്ചതായിട്ടുള്ള ചിത്രങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഡച്ച് പാലസിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ വീഡിയോ റെസ്ട്രിക്റ്റഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ അടുത്ത ലൊക്കേഷൻ വേൾഡ് ബിഗസ്റ്റ് നാച്ചുറൽ ഹാൻഡ്മെയ്ഡ് ഇൻസെൻസ് സ്റ്റിക്സ്. 412 കിലോഗ്രാം വെയ്റ്റും 49 ഫീറ്റ് ലെങ്ത്തും മോർ ദാൻ 1 മന്ത് ബേണിംഗ് ടൈമും ഉണ്ട് ഈ ഒരു സ്റ്റിക്കിന്. ഇതും നമ്മുടെ ജൂസ് സ്ട്രീറ്റിലുള്ള ഒരു കാഴ്ചയാണ്. ഈ കാഴ്ചകളാണ് ഞങ്ങൾ ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി ഭാഗങ്ങളിൽ പോയി കണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.